ഇനി ഈ 5-8 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് വേറൊരു 5-6 കാര്യങ്ങളും ഒക്കെ പൊക്കി കാണിച്ച് സത്യം ചെയ്ത് പറയുന്ന കാര്യം എന്താണ്? അത് അതിനേക്കാളും വലിയ കോമഡിയാണ്. പറയുന്നത് ഇതാണ്: അള്ളാഹു ഉണ്ടാക്കിയ ആത്മാക്കളിൽ അള്ളാഹു തന്നെ നന്മയും തിന്മയും തോന്നിപ്പിക്കുന്ന രീതിയിൽ സൃഷ്ടിച്ച ആത്മാവിനെ അള്ളാഹു ശരിയായി സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹു ശരിയായി സൃഷ്ടിച്ച ആത്മാക്കൾക്ക് തന്നെ നന്മയും തിന്മയും തോന്നിപ്പിക്കുന്നതും അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് ആ അള്ളാഹു തോന്നിപ്പിക്കുന്ന നന്മ ചെയ്തവർക്ക് വിജയമുണ്ടാകും, അള്ളാഹു തോന്നിപ്പിച്ച തിന്മ ചെയ്തവർ പരാജയപ്പെടും എന്ന് പറയാനാണ് ഈ 5-8 കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നത്. അത് തന്നെ വിരോധാഭാസത്തിൻ്റെ അങ്ങേ അറ്റമാണ്. കാരണം അള്ളാഹു തന്നെ ആത്മാക്കളെ ശരിപ്പെടുത്തി എന്ന് പറയാം. അള്ളാഹു ശരിപ്പെടുത്തിയ ആത്മാവിൽ ശരിയും തെറ്റും അള്ളാഹു തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നും പറയാം. എന്നിട്ട് അങ്ങനെ തോന്നിപ്പിക്കുന്ന ആത്മാവിനെ ശരിയായി സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന് പറയാം. അള്ളാഹു തോന്നിപ്പിച്ച ശരി ചെയ്തവർ വിജയിച്ചു എന്നും അള്ളാഹു തോന്നിപ്പിച്ച തെറ്റ് ചെയ്തവർ പരാജയപ്പെട്ടു എന്നും പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഇത് പറയാൻ വേണ്ടിയിട്ട്, ഈ മണ്ടത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ 5-8 കാര്യങ്ങളെ പൊക്കി കാണിച്ച് ഇവിടെ സത്യം ചെയ്തിരിക്കുന്നത്.